അനുദിന വിശുദ്ധർ ഏപ്രിൽ 25 വിശുദ്ധ മർക്കോസ് ശ്ലീഹ. വിശുദ്ധ മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ജനനം കൊണ്ട് അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. രക്ഷകനായ യേശു മരിക്കുമ്പോൾ മർക്കോസ് ഒരു യുവാവായിരുന്നു. തിരുസഭയുടെ ആദ്യകാല വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധൻ ആ അറിവ് പിൽക്കാലത്ത് തൻ്റെ സുവിശേഷ രചനകളിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വിശുദ്ധ മർക്കോസ് തൻ്റെ സ്വന്തക്കാരനായിരുന്ന ബർണബാസിനെയും പൗലോസിൻ്റെയും ഒപ്പം അന്ത്യോക്യയിലേക്കുള്ള യാത്രയിലും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിലും സഹചാരിയായി വർത്തിച്ചിരുന്നതായി കാണാം. എന്നാൽ മർക്കോസ് ഇത്തരം കഠിന യാത്രകൾക്ക് പക്വതയാർജിക്കാത്തതിനാൽ അവർ വിശുദ്ധനെ പാംഫിലിയയിലെ പെർജിൽ നിർത്തുകയാണുണ്ടായത്. ഈ രണ്ട് പ്രേക്ഷിതരും തങ്ങളുടെ രണ്ടാമത്തെ പ്രേക്ഷിത ദൗത്യത്തിനായി യാത്ര തിരിച്ചപ്പോൾ ബർണബാസ് മർക്കോസിനെ കൂടെ കൂട്ടുവാൻ താൽപ്പര്യപ്പെട്ടുവെങ്കിലും പൗലോസ് അതിനെ എതിർത്തു. അതിനാൽ ബർണബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് സൈപ്രസിലേക്കൊരു സുവിശേഷ യാത്ര നടത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് മർക്കോസിൻ്റെയും പൗലോസിൻ്റെയും ഇടയിലുള്ള മുറിവുണങ്ങി. പൗലോസ് റോമിൽ ആദ്യമായി തടവറയിലാക്കപ്പെട്ടപ്പോൾ മർക്കോസ് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ യാതൊരു മുടക്കവും വരുത്താതെ തുടർന്നുകൊണ്ടുപോയി. അതിനാൽ അപ്പസ്തോലനായ പൗലോസ് മർക്കോസിനെ അഭിനന്ദിക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. രണ്ടാമതും പൗലോസ് ബന്ധനസ്ഥനായപ്പോൾ അദ്ദേഹം വിശുദ്ധ മർക്കോസിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുകയുണ്ടായി. വിശുദ്ധ പത്രോസും മർക്കോസും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം വിശുദ്ധ പത്രോസിൻ്റെ സഹചാരിയും ശിഷ്യനും തർജ്ജമക്കാരനുമായി വർത്തിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ പത്രോസ് റോമിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ മർക്കോസ് അവിടെ സന്നിഹിതനായിരുന്നുവെന്നും വിശുദ്ധ പത്രോസിൻ്റെ സ്വാധീനത്തിലാണ് വിശുദ്ധൻ തൻ്റെ ആദ്യത്തെ സുവിശേഷം രചിച്ചതെന്നും ഒരു പൊതുവായ അഭിപ്രായമുണ്ട്. 4 സുവിശേഷങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേതായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ സുവിശേഷം രൂപം കൊണ്ടത് റോമിലാണ്. മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തെ കാലഗണനാപരമായി അവതരിപ്പിച്ചതാണ് വിശുദ്ധൻ്റെ മറ്റൊരു യോഗ്യത. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലെ രക്ഷകൻ്റെ ജീവിത സംഭവങ്ങളെ ചരിത്രപരമായി കോർത്തിണക്കിയിരിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷങ്ങൾ പത്രോസിൻ്റെ സുവിശേഷങ്ങളെന്ന് പറയപ്പെടുന്നു. കാരണം വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയത് വിശുദ്ധ പത്രോസിൻ്റെ നിർദ്ദേശത്തിലും സ്വാധീനത്തിലുമാണ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്നതുകൊണ്ട് ഒരു രക്തസാക്ഷിയുടെ മരണമായിരുന്നു വിശുദ്ധൻ്റേതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ അലക്സാണ്ട്രിയയിൽ നിന്നും വെനീസിലേക്ക് മാറ്റുകയും അവിടെ വിശുദ്ധ മർക്കോസിൻ്റെ കത്തീഡ്രലിൽ ഒരു വലിയ ശവകുടീരം പണികഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.